ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഫേസ് റൂൾ 2 കോമൺ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്കറിയാം F=C-P+2 ആയിരുന്നു നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം അതുമാതിരി ഫേസ് റൂളിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ 2 കോമൺ സിസ്റ്റം ആകുമ്പോൾ അവിടെ C=2 ആണ്. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഒരു ഫേസ് 1 ആക്കി കൺസിഡർ ചെയ്യാം. നമുക്കറിയാം മിനിമം ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് 1 ആണ് അല്ലേ. അപ്പോൾ മിനിമം ഫേസ് അതായത് that=1 ആകുമ്പോൾ അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞുള്ളത് 3 ആയിരിക്കും. അപ്പോൾ ഏറ്റവും മിനിമം ഫേസിലുള്ള 2 കോമൺ സിസ്റ്റത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്. അതായത് 3 വേരിയബിൾസ് ഉണ്ടാവും. അതായത് ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ എന്നിങ്ങനെ 3 വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു 3 വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കതൊരു ഡയഗ്രത്തിൽ 3 ഡയമെൻഷൻ ഡയഗ്രാം വരയ്ക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാറിങ്ങനെ 2 വേരിയബിൾസിൽ 3 വേരിയബിൾസ് നമ്മൾ ഒന്നിനെ ഫിക്സ് ആക്കി എടുക്കും. അതായത് ഒരു വേരിയബിൾസിനെ ഫിക്സ് ആക്കി എടുത്ത് അതായത് കോൺസ്റ്റൻ്റ് ആക്കി എടുത്ത് ബാക്കി 2 വേരിയബിൾസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു 2 ഡയമെൻഷണൽ ഫേസ് ഡയഗ്രാമാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 വേരിയബിൾസിനെ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യാണ് ഫിക്സ് ആക്കി വെക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയയിൽ നമ്മൾ ഈ പ്രഷറിൻ്റെ ചേഞ്ചസിന് അത്ര എന്താ പറയുക സെൻസിറ്റീവ് അല്ല. അപ്പോൾ നമ്മളിവിടെ പ്രഷർ വേരിയബിൾസിനെയാണ് നമ്മൾ എന്താക്കി എടുക്കുന്നത് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ടെമ്പറേച്ചറും കോൺസെൻട്രേഷനും അതായത് കോമ്പോസിഷനും അപ്പോൾ അവർ തമ്മിലാണ് വേരിയബിൾസ് ഉള്ളത്. അപ്പോൾ അവരുള്ള ഒരു ഡയഗ്രാമാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയയിൽ ടെമ്പറേച്ചർ കോമ്പോസിഷൻ ഡയഗ്രാമാണ് ഉള്ളത്. അതേപോലെ നെക്സ്റ്റ് പറയാനുള്ളത് കണ്ടൻസ്ഡ് സിസ്റ്റമാണ്. കണ്ടൻസ്ഡ് സിസ്റ്റം പറഞ്ഞാൽ ഈ സിസ്റ്റം ഇൻ വിച്ച് ദ വേപ്പർ ഫേസ് ഇസ് ഡിസ്റിഗാർഡഡ് ആൻഡ് ദ ഓൺലി സോളിഡ് ആൻഡ് ലിക്വിഡ് ഫേസസ് ആർ കൺസിഡർഡ്. അപ്പോൾ ഇവിടെ ഈ സിസ്റ്റത്തിൽ നമുക്കറിയാം സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയയിൽ നമ്മൾ സോളിഡും ലിക്വിഡ് 2 ഫേസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അവിടെ വേപ്പർ ഫേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിനെ നമ്മൾ കണ്ടൻസ്ഡ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഇത് കണ്ടൻസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഒരു ഫേസ് റൂളിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു F=C-P+2 എന്നായിരുന്നു. എന്നാൽ ഇവിടെ ഒരു കണ്ടൻസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ കണ്ടൻസ്ഡ് ഫേസ് റൂൾ ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മൾ റെഡ്യൂസ്ഡ് ഫേസ് റൂൾ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് F=C-P+1 നേരത്തെ +2 ആയിരുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് +1 എന്നുള്ളതാണ്. ഇനി നമ്മൾ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് സിമ്പിൾ യൂട്ടറ്റിക് സിസ്റ്റത്തിൻ്റെ ആണ്. സിമ്പിൾ യൂട്ടറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിലെ 2 കോമ്പണൻസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നില്ല. അതായത് 2 കോമ്പണൻറ്റ് കണ്ടൻസ്ഡ് സിസ്റ്റം ഇൻ വിച്ച് ദ 2 കോമ്പണൻസ് ഡു നോട്ട് ഫോം എനി കോമ്പൗണ്ട്സ് വിത്ത് ഈച്ച് അതർ. They are completely miscible in the liquid state and crystallization of any such solution yields either a pure components or an intimate mixture. അപ്പോൾ ഈ ഒരു മിക്സറിനെയാണ് നമ്മൾ യൂട്ടറ്റിക് മിക്സർ എന്ന് പറയുന്നത്. അതായത് ഒരു 2 കോമ്പണൻസ് എടുക്കുന്നുണ്ട്. അത് A, B എന്ന് പറഞ്ഞുള്ള 2 കോമ്പണൻസ് എടുക്കുകയാണ്. അത് രണ്ടും കൂടെ കോമ്പണൻസും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു എന്തുണ്ടാവുന്നില്ല ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നില്ല. പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റിൽ അതായത് എയും ബിയും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ എന്താണ് കംപ്ലീറ്റ്ലി മിസ്സിബിൾ ആണ്. ആ എയും ബിയും കംപ്ലീറ്റ്ലി മിസ്സിബിൾ ആയിരിക്കും അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ. ഇനിയിപ്പോൾ നമ്മൾ അതിനെ ക്രിസ്റ്റലൈസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാണ് പ്യുവർ കോമ്പണൻറ്റ് കിട്ടും. അതിൽ നിന്ന് നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്താൽ നമുക്ക് എന്താണ് ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പ്യുവർ എയും കിട്ടും പ്യുവർ ബിയും കിട്ടും. അങ്ങനെ നമുക്ക് രണ്ടിനെയും മിക്സർ നമുക്ക് പ്യുവറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ യൂട്ടറ്റിക് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂട്ടറ്റിക് മിക്സ്ചറിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ജനറൽ ഫേസ് ഡയഗ്രാമാണ്. ഒരു സിമ്പിൾ യൂട്ടറ്റിക് സിസ്റ്റത്തിൻ്റെ ജനറൽ ഫേസ് ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 പോയിൻറ്റ്സ് കാണുന്നുണ്ടാവും എയും ബിയും. ഇവിടെ ഒരു എ എന്ന് പറഞ്ഞ പോയിൻറ്റും ഇവിടെ ഒരു ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻറ്റും. അപ്പോൾ ഈ 2 പോയിൻറ്റും റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ പ്യുവർ എൻ്റെയും ബിൻ്റെയും പ്യുവർ കോമ്പണൻസിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ്സ് ആണ്. അതായത് ഇത് പ്യുവർ എൻ്റെ ഫ്രീസിങ് പോയിൻറ്റ്സ് ഇവിടെയാണ്, പ്യുവർ ബീൻ്റെ ഫ്രീസിങ് പോയിൻറ്റ്സ് ഇവിടെയാണ്. അപ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ എയും ബിയും റെപ്രസെൻ്റ് ചെയ്യുന്ന പ്യുവർ കോമ്പണൻസിൻ്റെ ഫ്രീസിങ് പോയിൻ്റാണ് നമ്മൾ കാണിക്കുന്നത്.
അതായത് ഇവിടെ കാണുന്നുണ്ടാവും എ ആയപ്പോൾ ഇവിടെ 100% എ എന്ന് കാണും, ബി ആയപ്പോൾ അതിൻ്റെ നേരെ താഴെ നമ്മൾ നോക്കിയാൽ അറിയാം 100% ബി എന്ന് പറയും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്യുവർ കോമ്പണൻസിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. അതായത് അവിടെ 100% ബി മാത്രമേ ഉള്ളൂ. ഇവിടെ എ എന്ന് പറഞ്ഞ കോമ്പണൻറ്റ് 0% ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ്. പിന്നെ പറയാനുള്ളത് കേവ് എസ് സി ആണ്. ഈ എസ് സി എന്ന് പറഞ്ഞ കേവ് നിങ്ങൾ കാണുന്നുണ്ടാവും. ആ കേവിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രീസിങ് പോയിൻറ്റ് കേവ് ഓഫ് എ എന്ന് പറയും. അവിടെ എന്താ വെച്ചാൽ നമുക്കറിയാം ഇത് ഫ്രീസിങ് പോയിൻറ്റ് കേവ് ഓഫ് എ ആണ്. ഈ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഫസ്റ്റിൽ നമ്മളിവിടെ 100% എ ആയിരിക്കും. അതിലേക്ക് നമ്മൾ ബി എന്നുള്ള കോമ്പണൻസ് നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യാണ്, അവിടെ ഫ്രീസിങ് പോയിൻറ്റ് ഓഫ് എ ഡിക്രീസ് ബൈ ഇൻക്രീസിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ബി. അപ്പോൾ നമ്മൾ ബി ഇങ്ങനെ ആഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ നമ്മുടെ എൻ്റെ ഫ്രീസിങ് പോയിൻ്റ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ എസ് സി എത്തുമ്പോഴേക്കും അത് താഴേക്ക് പോകും. ഫ്രീസിങ് പോയിൻ്റ് താഴ്ന്നു ഇല്ലേ, താഴ്ന്നു പോയി, ഡിക്രീസ് ചെയ്തു. അങ്ങനെ നമ്മൾ ഈ എസ് സി എത്തുമ്പോഴേക്കും നമ്മുടെ ഈ സോളിഡ് എ എന്ത് ചെയ്യാണ്, അതിൻ്റെ ലിക്വിഡ് ഫേസ് ആയിട്ട് ഒരു ഇക്വിലിബ്രിയത്തിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അലോങ് എസ് സി സോളിഡ് എ ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ് ഫേസ് സാച്ചുറേറ്റഡ് വിത്ത് എ. അതേപോലെ തന്നെ കേവ് ബി സി നോക്കാം. കേവ് ബി സി നോക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഫ്രീസിങ് പോയിൻറ്റ് കേവ് ഓഫ് ബി ആണ്. നമ്മൾ ഈ ഒരു കേവിനെ പറയുന്ന കേവ് ബി സിന് ഫ്രീസിങ് പോയിൻറ്റ് കേവ് ഓഫ് ബി ആണ്. അപ്പോൾ അവിടെ നോക്കാം, ഈ ഫസ്റ്റ് ബി സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതിൻ്റെ പറഞ്ഞാൽ അവിടെ 100% ബിയും 0% എ ആണുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എ ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ ബിയിലേക്ക് നമ്മൾ എ ആഡ് ചെയ്യുമ്പോൾ ബിയുടെ ഫ്രീസിങ് പോയിൻ്റ് ഡിക്രീസ് ചെയ്യും. അങ്ങനെ അലോങ് ബി സി നോക്കുകയാണെങ്കിൽ അവിടെ സോളിഡ് ബി എന്ത് ചെയ്യാണ്, അതിൻ്റെ ലിക്വിഡ് ഫേസ് ആയിട്ടുള്ള ലിക്വിഡ് ഫേസുമായിട്ട് ഇക്വിലിബ്രിയത്തിലാവാണ്. അപ്പോൾ അലോങ് ബി സി സോളിഡ് ബി ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ് ഫേസ് സാച്ചുറേറ്റഡ് വിത്ത് ബി. അതേപോലെ ആ കേവ് എസ് സി അതേപോലെ ബി സി നമുക്കറിയാം, ആ ഗ്രാഫിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ രണ്ട് കേവും എസ് സിയും ബി സിയും നമുക്ക് 2 ഫേസ് ഇക്വിലിബ്രിയാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ടും ആ കേവ് നമ്മൾ പറഞ്ഞിരുന്നു അധികം 2 ഫേസാണ് കാണിക്കുന്നത് അല്ലേ. അവിടെ സോളിഡ് എ പ്ലസ് ലിക്വിഡ് ഉണ്ട്, അതിൽ ബി ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, മോണോ വാരിയൻ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ എസ് സിയിലും ബി സിയിലും നമുക്ക് കിട്ടുന്നത് എന്താണ്, മോണോ വാരിയൻ്റ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1 എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ മോണോ വാരിയൻ്റ് എന്ന് കിട്ടുന്നത്. ഇനി സി എന്ന പൊസിഷൻ നമുക്കിവിടെ സി എന്നുള്ളൊരു പോയിൻ്റ് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു എയും ബിയും അവിടെ എന്താണ്, ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് വിത്ത് ബോത്ത് എ ആൻഡ് ബി ആണ്. അപ്പോൾ അവിടെ 3 ഫേസ് ആണുള്ളത് അവിടെ ആ ഒരു പോയിന്റിൽ. അതായത് സോളിഡ് എ, സോളിഡ് ബി, പിന്നെ ലിക്വിഡ്, ഇങ്ങനെ 3 ഫേസ് ആണുള്ളത്. അപ്പോൾ ഇത് 3 കൂടെ കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്തായിരിക്കും, നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഇൻവാരിയൻ്റ് പോയിന്റ് അല്ലെങ്കിൽ നോൺ വാരിയൻ്റ് പോയിന്റ് ആയിരിക്കും. അതായത് അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ ഈ സീനെ നമ്മൾ പറയുന്ന പേരാണ് യൂട്ടറ്റിക് പോയിന്റ് എന്ന് പറയും. അതായത് കഴിഞ്ഞതിൽ നമ്മൾ ഒരു ട്രിപ്പിൾ പോയിന്റ് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. ഇവിടെ നമ്മൾ അതിൻ്റെ പേര്, ഇത് യൂട്ടറ്റിക് സിസ്റ്റം അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് യൂട്ടറ്റിക് പോയിന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള ടെമ്പറേച്ചർ പറഞ്ഞാൽ ഡി ആണ്. അതായത് ഡി എന്ന് കാണാൻ പറ്റും ഇല്ലേ, കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ വൈ ആക്സിസിൽ നമുക്ക് ഡി എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലോവസ്റ്റ് ടെമ്പറേച്ചർ അതാണ്. അപ്പോൾ അതുപോലെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ലിക്വിഡ് ഫേസ് ഇവിടെ ഇക്വിലിബ്രിയത്തിലാണ്. നമ്മൾ സോളിഡ് എയും സോളിഡ് ബി ആയിട്ട് ഒരു എന്ത് ചെയ്യണം, ഒരു ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ആ എ ബി എന്ന സിസ്റ്റത്തിൽ സോളിഡ് എയും സോളിഡ് ബിയും തമ്മിലൊരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ് നമ്മുടെ ആ ലിക്വിഡ്. നമ്മൾ പറഞ്ഞിരുന്നു ടെമ്പറേച്ചർ യൂട്ടറ്റിക് പോയിന്റ് കറസ്പോണ്ട് ആയിട്ട് ടെമ്പറേച്ചർ പറഞ്ഞിരുന്നു. ആ ടെമ്പറേച്ചറിൻ്റെ പറയുന്ന പേരാണ് യൂട്ടറ്റിക് ടെമ്പറേച്ചർ. ഇനി അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള എന്താണ് കോൺസെൻട്രേഷൻ, അതായത് കോമ്പോസിഷന് പറയുന്ന പേരാണ് യൂട്ടറ്റിക് കോമ്പോസിഷൻ എന്ന് പറയും. അതായത് സീൻ താഴത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഡോട്ടഡ് ലൈനായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് കോമ്പോസിഷൻ. അപ്പോൾ ആ സമയത്തുള്ള കോമ്പോസിഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടറ്റിക് കോമ്പോസിഷൻ.
ഇനി ഈ കേവിൻ്റെ നമുക്ക് ആ മുകളിൽ നോക്കി അറിയാൻ പറ്റും ഏരിയ എസ് സി ബി നിങ്ങൾ കാണുന്നുണ്ടാവും. അതായത് എസ് സിയുടെയും ബി സിയുടെയും മുകളിലത്തെ കേവാണ് എസ് സി ബി എന്ന് പറഞ്ഞ ഏരിയയിൽ. അവിടെ നമുക്കറിയാം അവിടെ ഹോമോജീനിയസ് ലിക്വിഡ് മിക്സ്ചർ ഓഫ് എ ആൻഡ് ബി ആണ് കാണുന്നത്. അപ്പോൾ അവിടെ ഹോമോജീനിയസ് മിക്സ്ചർ ആയതുകൊണ്ട് അവിടെ ഫേസ് എന്ന് പറഞ്ഞത് 1 ആണ്. ഇപ്പോൾ ഫേസ് 1 ആകുമ്പോൾ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും? എഫ് ഈക്വൽ ടു 2 അത് 2 കോമൺ സിസ്റ്റം ആയതുകൊണ്ട് 2 മൈനസ് ഫേസ് 1 ആണ് 1 പ്ലസ് 1. അപ്പോൾ ഇവിടെ എന്തായി? ഈക്വൽ ടു ബൈവാരിയൻറ്റ് 2 ആണ് കിട്ടുന്നത്. അപ്പോൾ ബൈവാരിയൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഏരിയ എസ് സി ബിയിൽ നമുക്ക് കിട്ടുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞത്, അതായത് അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ബൈവാരിയൻറ്റ് സിസ്റ്റമാണ് ഉള്ളത്. ഇനി ഇവിടെ നമ്മൾ ആ ലിക്വിഡ് സൊല്യൂഷൻ അതിൻ്റെ കറസ്പോണ്ട് ആയിട്ട് ഒരു പോയിന്റ് നമ്മൾ സ്മാൾ ലെറ്റർ എ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ കൂൾ ചെയ്യുകയാണ്. അപ്പോൾ കൂൾ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ കൂൾ ചെയ്ത് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയും അല്ലേ? അങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പോയിന്റിലെത്തും. ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റിലെത്തുകയാണ്. ആ പോയിന്റ് കിടക്കുന്നത് നമ്മുടെ എസ് സി എന്ന് പറഞ്ഞിട്ടുള്ള കേർവിലാണ്. അപ്പോൾ അത് ബിയിലെത്തുമ്പോഴേക്കും എന്ത് ചെയ്യാണ്? ആ സോളിഡ് എ എന്ത് ചെയ്യും? തുടങ്ങും സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ സിസ്റ്റത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ സോളിഡ് എ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്? ഒരു മോണോ വാരിയൻ്റ് ആയിട്ട് മാറാണ്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു എസ് സി എന്ന് പറഞ്ഞ കേർവ് എന്ന് പറഞ്ഞത് ഒരു മോണോ വാരിയൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബിയിലേക്ക് എത്തുന്തോറും സോളിഡ് എ അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. അതൊരു മോണോ വാരിയൻ്റ് സിസ്റ്റമായിട്ട് മാറുന്നു. പിന്നീട് വീണ്ടും നമ്മളതിനെ ഫർദർ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ സോളിഡ് എ എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ അതിൻ്റെ കോമ്പോസിഷൻ ഓഫ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ത് ചെയ്യാണ്? പിന്നെ ബി സിയിലെ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ബി സി എന്ന് പറയുന്നത് ഈ സ്മാൾ ലെറ്റർ ബിയും ഈ സിയും ആണ്. അപ്പോൾ ആദ്യം എ ടു ബി നമ്മൾ കൂൾ ചെയ്തു. അപ്പോൾ ഇവിടെ ബിയിലെത്തുമ്പോഴേക്കും അവിടുന്ന് സോളിഡ് എ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. സോളിഡ് എ സെപ്പറേറ്റ് ചെയ്തപ്പോൾ പിന്നെ അതെന്താണ്? അവിടുത്തെ ഇതെന്ന് പറഞ്ഞ സിസ്റ്റം പറഞ്ഞത് ഒരു മോണോവാരൻ്റ് ആയിട്ട് മാറി. പിന്നെ ഈ ബിന്ന് വീണ്ടും നമ്മൾ ഫർദർ കൂളിംഗ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്? ബി സിയിലേക്ക് ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നു. അങ്ങനെ നമ്മൾ കൂൾ ചെയ്ത് ബി സിയിലെത്തുമ്പോഴേക്കും നമ്മൾ പറഞ്ഞിരുന്നു അവിടെ യൂട്ടറ്റിക് ടെമ്പറേച്ചർ ആവണം അല്ലേ? ഡി എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലെത്തും. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്താണ് നമ്മൾ സോളിഡ് ബി എന്ത് ചെയ്യാൻ തുടങ്ങും? സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യാണ്? ആ സിസ്റ്റം അവിടെ സിയിലെത്തുമ്പോൾ സിസ്റ്റം ബി സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇൻവാരൻ്റ് ആവാൻ പോകുന്നു. അതായത് സിയിൽ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ ഇൻവാരൻ്റ് ആണ് കിട്ടുന്നത്. അങ്ങനെ സി എന്ത് ചെയ്യും? എത്തുമ്പോഴേക്കും അത് ഇൻവാരൻ്റ് ആയിട്ട് പോകും. അങ്ങനെ നമ്മൾ ആ സിസ്റ്റത്തിനെ എക്സ്ട്രാക്റ്റിംഗ് ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആ സോളിഡ് എയും സോളിഡ് ബിയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടും ഫിക്സ്ഡ് റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ സിയിലെ നമ്മൾ പറഞ്ഞ രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സെപ്പറേറ്റ് രണ്ടും, അതായത് സോളിഡ് എയും സോളിഡ് ബിയും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? അത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നവരെ, അതായത് ഫുൾ ലിക്വിഡ് എന്ത് ചെയ്യാണ്? സോൾഡിഫൈഡ് ചെയ്യുമ്പോൾ വരെ എന്താണ്? ആ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ടെമ്പറേച്ചറും അതേപോലെ കോമ്പോസിഷനും രണ്ടും കോൺസ്റ്റൻ്റായി നിൽക്കും അണ്ടിൽ ദ ഓൾ ഓഫ് ദ ലിക്വിഡ് ഈസ് സോളിഡിഫൈഡ്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഫുൾ സോളിഡിഫൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും? സിസ്റ്റം വീണ്ടും എന്ത് ചെയ്യാണ്? മോണോ വാരിയൻ്റ് ആവുന്നു. പിന്നെ നമ്മൾ കൂൾ ചെയ്യുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏരിയ ബിലോ ദ ലൈൻ നമുക്ക് കാണാൻ പറ്റും. അതായത് ഡി സി ഡി നിങ്ങൾ ആ ഗ്രാഫിൽ കാണുന്നുണ്ടാവും. ഡി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ രണ്ട് ഫേസും രണ്ടും സോളിഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഡയഗ്രത്തിൽ കാണാൻ സാധിക്കും സോളിഡ് എ പ്ലസ് യൂട്ടിലിറ്റി സോളിഡ് ബി പ്ലസ്. അപ്പോൾ അവിടെ ലിക്വിഡ് ഇല്ല, പകരം എന്തേ ഉള്ളൂ? സോളിഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? എ ടു ബി കൂൾ ചെയ്യും. സ്മാൾ ലെറ്റർ എ ടു ബി കൂളിങ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ നിന്ന് എ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പിന്നെ വീണ്ടും കൂൾ ചെയ്യുമ്പോൾ ബി സിയിൽ ആയിട്ട് പോവും, ആ ഭാഗത്തേക്ക് പോവും. അങ്ങനെ എന്ത് ചെയ്യാണ്? സിയിലെത്തുമ്പോഴേക്കും ബി സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സിയിലെത്തുമ്പോഴേക്കും എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ യൂട്ടറ്റിക് ടെമ്പറേച്ചറിലെത്തി അവിടെ ഇൻവാരൻ്റ് ആയി. അവൻ ആ സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നു. എങ്ങനെ? ആ രണ്ടും, അതായത് സോളിഡ് എയും സോളിഡ് ബിയും സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഫുൾ സെപ്പറേറ്റ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യാണ്? കോൺസെൻട്രേഷനും അതേപോലെ നമ്മുടെ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ സോളിഡ് ഫേസും സോളിഡ് എയും സോളിഡ് ബി ആയിട്ട് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് സോളിഡ് ഫേസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഓരോ ഏരിയ വെച്ച് നോക്കി നമുക്കറിയാം ഈ ഏരിയ എസ് സി ഡി എന്നുള്ള ഏരിയയിൽ അവിടെ നിൽക്കുന്നതാണ് സോളിഡ് എ എന്താണ് ലിക്വിഡ് ഫേസുമാണ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത് അല്ലേ?
ഇനി അതേപോലെ നമ്മൾ ഏരിയ BCD നോക്കുകയാണെങ്കിൽ അവിടെ സോളിഡ് ബി അതേമാതിരി ലിക്വിഡുമായിട്ടാണ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഏരിയയിലും നിൽക്കുന്നത് എന്താണ്? മോണോവാലൻ്റ് ആണ്. നമുക്ക് റെഡ്യൂസർ ഫേസ് റൂൾ കൊടുത്താൽ കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ നേരത്തെ ACB കൊടുത്തപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പറഞ്ഞത് ഇറ്റ്സ് എ ബൈവാലൻ്റ് എന്നായിരുന്നു. എന്നാൽ ACD അതേമാതിരി BCDയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇറ്റ്സ് എ മോണോവാലൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഇതിപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള സിമ്പിൾ യൂട്ടിലിറ്റിക് സിസ്റ്റമായിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു ഫേസ് ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളിതിൻ്റെ ലെഡ് സിൽവർ സിസ്റ്റമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെഡ് സിൽവർ സിസ്റ്റം അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ ഫേസ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയിന്റ് എ എന്ന് പറയുന്നത് ഒരു ഫ്രീസിങ് പോയിന്റ് ഓഫ് ദ പ്യുവർ ലെഡ് ആണ്. കാരണം എയുടെ ഭാഗത്താണ് 100% ലെഡ് വരുന്നത്. അവിടെ സിൽവർ എന്ന് പറയുന്നത് 0% ആണ്. അപ്പോൾ മറ്റേ സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ ഈ സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാം 100% സിൽവറും 0% ലെഡും. അപ്പോൾ അത് കറസ്പോണ്ടായിട്ടുള്ള ബി എന്ന് പറഞ്ഞിട്ടുള്ള എന്തായിരിക്കും? നമുക്ക് എന്ത് പറയാം? ഫ്രീസിങ് പോയിന്റ് ഓഫ് ദ പ്യുവർ സിൽവർ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ 961 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്യുവർ സിൽവർ ഉള്ള ടെമ്പറേച്ചർ ഫ്രീസിങ് പോയിന്റ്. അതേപോലെ ലെഡിൻ്റെ ആണെങ്കിൽ 327 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫ്രീസിങ് പോയിന്റ് ഓഫ് പ്യുവർ ലെഡിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കാം കേവ് AC നമ്മൾ പറഞ്ഞു ഫ്രീസിങ് പോയിന്റ് കേവ് ഓഫ് ലെഡ് ആണ്. അതെന്ത് ചെയ്യും? അതിലേക്ക് സിൽവർ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ലെഡിൻ്റെ ഫ്രീസിങ് പോയിന്റ് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ AC നമ്മൾ എന്ത് ചെയ്യാണ്? അങ്ങനെ എടുത്തുമ്പോഴേക്കും AC ഇവിടെ എന്താണ്? ആ AC കേവ് മൊത്തം നമുക്ക് കാണാം. അവിടെ സോളിഡ് ലെഡും ലിക്വിഡ് ഫേസും അത് തമ്മിൽ ഒരു ഇക്വിലിബ്രിയത്തിലാണ് അല്ലേ? സോളിഡ് ലെഡ് പ്ലസ് ലിക്വിഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കേവ് BC നമുക്ക് നോക്കിയാൽ അറിയാം. അവിടെ സോളിഡ് സിൽവറാണ് ഉണ്ടാവുന്നത്. അതിലേക്ക് നമ്മളെന്താണ് ഒരു ലെഡ് ആഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങോട്ട് ബിന്ന് താഴേക്ക് പോകും തോറും ലെഡ് ആഡ് ചെയ്ത് വരുന്നു. അപ്പോൾ ലെഡ് ആഡ് ചെയ്യുന്നതനുസരിച്ച് അവിടെ എന്താണ് സിൽവറിൻ്റെ ഫ്രീസിങ് പോയിന്റ് കുറഞ്ഞ് വരുന്നു. അങ്ങനെ ഈ അലോങ് BC നമുക്ക് കാണാൻ സാധിക്കും സോളിഡ് സിൽവർ ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ് ഫേസ് സാച്ചുറേറ്റഡ് വിത്ത് സിൽവർ. അങ്ങനെ കേവ് ACയും BCയിലും എന്താണ് അവിടെ രണ്ട് ഫേസ് ഇക്വിലിബ്രിയം ഉള്ളത്. അതുപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുന്നത്? 1 ആണ്. കാരണം അലോങ് AC ആൻഡ് BC ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 1, ദറ്റ് ഈസ് എ മോണോവാലൻ്റ് ആണ്. അവിടെയൊക്കെ ഫേസ് എന്താണ്? രണ്ട് ഫേസ് ആണ്. അതായത് സോളിഡ് സിൽവർ പ്ലസ് ലിക്വിഡ്, സോളിഡ് ലെഡ് പ്ലസ് ലിക്വിഡ്. അങ്ങനെ ആ രണ്ട് ഫേസിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ എന്ത് പറയുന്നത്? അത് രണ്ടും മോണോവാലൻ്റ് ആണെന്ന് പറയുന്നത്. ഇനി നമ്മൾ പോയിന്റ് സിയിലെത്തുമ്പോൾ അവിടെ നമുക്കറിയാം അവിടെ കറസ്പോണ്ടായിട്ട് ലോവസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ട്. നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് D എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ. അതായത് 303 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ യൂട്ടറ്റിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു പോയിന്റ് സിയിലെത്തുമ്പോൾ നമ്മുടെ ലെഡും സിൽവറും ആ സൊല്യൂഷനെ സാച്ചുറേറ്റ് ചെയ്യാൻ തുടങ്ങും. അവിടെ 3 ഫേസാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് സോളിഡ് ലെഡ്, സോളിഡ് സിൽവർ, ലിക്വിഡ് ആണ്. ഇങ്ങനെ 3 ഫേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അവിടെ സിസ്റ്റം ഇൻവാലൻ്റ് ആണ്. അങ്ങനെ പോയിന്റ് സി നമ്മൾ പറഞ്ഞു അവിടെ നമ്മുടെ എല്ലാം എന്താണ് 3 ഫേസ് ഉണ്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. ഈ ഒരു പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് യൂട്ടറ്റിക് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് സോളിഡ് സിൽവറും സോളിഡ് ലെഡും അതിൻ്റെ ലിക്വിഡ് ഫേസും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ യൂട്ടറ്റിക് പോയിന്റ് എന്ന് പറഞ്ഞത്. കറസ്പോണ്ടായി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 303 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതാണ് യൂട്ടറ്റിക് ടെമ്പറേച്ചർ. അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള കോമ്പോസിഷൻ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് നോക്കി അറിയാൻ പറ്റും. 2.6% സിൽവർ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ 2.6% സിൽവർ ആകുമ്പോൾ ബാക്കി എത്രയായിരിക്കും? 100 മൈനസ് 2.6 എന്ന് പറയുമ്പോൾ അവിടെ 97.4% ലെഡ് ആയിരിക്കും കറസ്പോണ്ട് ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനാണ് യൂട്ടറ്റിക് കോമ്പോസിഷനും കൊടുത്തിട്ടുണ്ട്. ആ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഇതാണ് യൂട്ടറ്റിക് മിക്സ്ചർ ആണ്. യൂട്ടറ്റിക് മിക്സ്ചർ നമ്മൾ പറഞ്ഞിരുന്നു എ സോളിഡ് മിക്സ്ചർ ഓഫ് 2 കോമ്പണൻസ്. ഇവിടെ എടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? സിൽവറും ലെഡും. ഹാവിങ് യൂട്ടറ്റിക് കോമ്പോസിഷൻ. നമ്മൾ യൂട്ടറ്റിക് കോമ്പോസിഷൻ ഇതിൻ്റെ കേസ് പറഞ്ഞു എത്രയാണ്? ലെഡ് 97.4ഉം സിൽവർ 2.6%. അതാണ് അതിൻ്റെ യൂട്ടറ്റിക് കോമ്പോസിഷൻ. വിൽ ഹാവ് ദ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഇൻ ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണുള്ളത് അല്ലേ?
303. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇതാണ്, 303 ആണ്. അപ്പോൾ ഈ ഒരു ഇതിനാണ് നമ്മൾ യൂട്ടറ്റിക് മിക്സ്ചർ എന്ന് പറയുന്നത്. സച്ച് എ മിക്സ്ചർ ഈസ് കാൾഡ് യൂട്ടറ്റിക് മിക്സ്ചർ. ഇനി നമ്മൾ ഈയുടെ ഏരിയ ACB എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ നോക്കുകയാണെങ്കിൽ, അതായത് അവിടെ AC BC രണ്ട് കേർവിൻ്റെ മുകളിലുള്ള ആ ഭാഗം, ആ ഒരു പോർഷൻ അവിടെ നിൽക്കുന്നത് എന്താണ്, ഇവിടെ ഹോമോജിനിയസ് ലിക്വിഡ് മിക്സ്ചർ ഓഫ് ലെഡ് ആൻഡ് സിൽവർ ആണ്. അതായത് ലെഡിൻ്റെയും സിൽവറിൻ്റെയും ലിക്വിഡാണ്, ഹോമോജിനിയസ് ലിക്വിഡാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഫേസ് ഹോമോജിനിയസ് ആയതുകൊണ്ട് അവിടെ ഫേസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം, F ഈക്വൽ ടു C മൈനസ് P പ്ലസ് 1, ദറ്റ് ഈസ് 2 മൈനസ് 1 പ്ലസ് 1, ദറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ ACB എന്നുള്ള ഏരിയയിൽ ഇവിടെ ബൈവാരിയൻ്റ് സിസ്റ്റമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിനെ A to B നമ്മൾ കൂൾ ചെയ്യാണ്, ലിക്വിഡ് സൊല്യൂഷനെ കൂൾ ചെയ്യാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ സോളിഡ് ലെഡ് എന്ത് ചെയ്യാൻ തുടങ്ങും, സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് പിന്നെ BCയിലേക്ക് പോകും. അങ്ങനെ Cയിലെത്തുമ്പോഴേക്കും അവിടെ എന്ത് ചെയ്യാണ്, സോളിഡ് സിൽവറും എന്ത് ചെയ്യാൻ തുടങ്ങും, സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഫുൾ കംപ്ലീറ്റ് സോളിഡിഫൈഡ് ചെയ്യുന്നത് വരെ നമ്മുടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റായി നിൽക്കും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എന്താണ്, ഈ ഏരിയ ബിലോ ദ DCD, അതായത് DCD അവിടെ നിൽക്കുന്നത് ആരാണ്, നമ്മുടെ രണ്ട് സോളിഡ് ഫേസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നു, അതായത് സോളിഡ് ലെഡും സോളിഡ് സിൽവറും മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ ഇത് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പോൾ അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് മോണോ വാരിയൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ACD ആയിട്ടുള്ള ഏരിയയിൽ അവിടെ നമ്മൾ സോളിഡ് ലെഡും ലിക്വിഡ് ഫേസുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അത് അതിൻ്റെ ലിക്വിഡും. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, മോണോ വാരിയൻ്റ് ആണ് കാണാൻ സാധിക്കുക ആ ഏരിയയിൽ. അതേപോലെ തന്നെ BCD എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലും അതിലും നമ്മുടെ സോളിഡ് സിൽവറും നമ്മുടെ ലിക്വിഡ് ഇക്വിലിബ്രിയത്തിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മോണോ വാരിയൻ്റ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലെഡ് സിൽവർ സിസ്റ്റത്തിൻ്റെ കേസ് പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ പാറ്റിസൺസ് പ്രോസസ് ഓഫ് ഡീസിൽവറൈസേഷൻ ഓഫ് ലെഡ് ആണ് പറയാൻ പോകുന്നത്. പാറ്റിസൺസ് പ്രോസസ് ഓഫ് ഡീസിൽവറൈസേഷൻ ഓഫ് ലെഡ് എന്ന് പറഞ്ഞത് അതൊരു പ്രോസസ്സാണ്, നമുക്ക് സിൽവറിനെ റിക്കവറി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ലെഡ് ആർജൻറ്റിഫറസ് ലെഡിൽ നിന്ന്, ആർജൻറ്റിഫറസ് ആണ് സിൽവറിൻ്റെ ഒരു എന്താ പറയുക, സിൽവർ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളൊരു ഓറാണ്, അത് ആർജൻറ്റിഫറസ് എന്ന് പറയും. അപ്പോൾ ആർജൻറ്റിഫറസ് ലെഡിൽ നിന്ന് നമ്മൾ സിൽവറിനെ റിക്കവറി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പാറ്റിസൺസ് പ്രോസസ് ഓഫ് ഡീസിൽവറൈസേഷൻ ഓഫ് ലെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആർജൻറ്റിഫറസ് ലെഡിൽ ചെറിയൊരു എമൗണ്ട് സിൽവറേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്യണം. അതായത് നമ്മൾ ആ പോയിൻ്റ് A എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫിൽ പറയുന്നു A എന്ന് പറഞ്ഞ പോയിൻ്റ് അല്ലേ, അവിടുന്ന് ആദ്യം നമ്മൾ മെൽറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ കൂൾ ചെയ്യുമ്പോൾ ലിക്വിഡ് കൂൾ ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ കുറയും. അത് നമ്മൾ ആ പോയിൻ്റ് A എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. ആ A എന്ന് പറഞ്ഞ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് മെൽറ്റ് ചെയ്തിട്ടുള്ള പോയിൻ്റാണ്. അതിനെ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കുറയും, അവിടുത്തെ കോമ്പോസിഷൻ അതായത് കോൺസെൻട്രേഷൻ ഒന്നും മാറുന്നില്ല. പിന്നെ നമ്മളത് പിന്നെയും കൂൾ ചെയ്യുമ്പോൾ നമുക്കറിയാം Bയിലെത്തും. Bന്ന് ഫർദർ കൂൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രീസിങ് പോയിൻറ്റ് കർവ് ഓഫ് ലെഡിലെത്തും, Bയിലെത്തുമ്പോൾ അല്ലേ. A to B നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. ഓക്കെ, ഇതാണ് ഗ്രാഫ്. അപ്പോൾ A to B നമ്മൾ പറഞ്ഞു. അങ്ങനെ Bയിലെത്തുമ്പോൾ നമ്മുടെ ലെഡിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ് കർവ് ACയിലേക്ക് എത്തി. അപ്പോൾ അവിടുന്ന് സോളിഡ് ലെഡ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെയും വീണ്ടും നമ്മൾ കൂൾ ചെയ്യുമ്പോൾ നമ്മുടെ സോളിഡ് ലെഡ് ഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫുൾ സോളിഡ് സെപ്പറേറ്റ് ചെയ്താൽ, സോളിഡ് ലെഡും സെപ്പറേറ്റ് ചെയ്താൽ ബാക്കി അവിടെ റിച്ച് ആയിട്ടുള്ള നമ്മുടെ സിൽവറാണ് ബാക്കി ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ BCയിലേക്ക് എത്തുമ്പോഴേക്കും പിന്നെ നമ്മൾ Cയിലെത്തുമ്പോഴേക്കും നമ്മുടെ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്, സിൽവർ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് സിൽവർ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്കൊരു 2.6, നമുക്കത് Cയിലെ കോമ്പോസിഷൻ നമ്മൾ പറഞ്ഞിരുന്നു സിൽവറിൻ്റെ ഏകദേശം 2.6% ആണ്. അപ്പോൾ നമുക്ക് അത്രയും സിൽവറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു പ്രോഫിറ്റബിളി നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സിൽവറിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പാറ്റിസൺസ് പ്രോസസ് ഓഫ് ഡീസിൽവറൈസേഷൻ ഓഫ് ലെഡ് എന്ന് പറയുന്നത് ഇതാണ്.